Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ലോകം ക്രിസ്തുമസ് ആഘോഷിച്ചു. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ പ്രത്യാശയുടെ പ്രകാശവുമായി എത്തിയ ക്രിസ്തുമസ് ആഘോഷിച്ചത്. ഇതുപോലെ ലോകത്തിലൊരു ആഘോഷമുണ്ട്. കാലിത്തരത്തിൽ ആരും അറിയാതെ ജനിച്ചവൻ ലോകം മുഴുവൻ അറിയപ്പെട്ടു. ലോകം മുഴുവൻ സന്ദേശമായിട്ട് മാറി. കാരണം കാലിത്തരത്തിൽ ജനിച്ചവൻ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കി. വിവിധ ദേവാലയങ്ങളിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടന്നു. തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. സഭാധ്യക്ഷന്മാർ വിശ്വാസികൾക്ക് സമാധാനത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വീടുകൾ തോറും കയറിയിറങ്ങിയ കരോൾ സംഘങ്ങൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വലിയ മാറ്റുകൂട്ടി. വാദ്യമേളങ്ങളുടെയും ക്രിസ്തുമസ് ഗാനങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ സാന്താക്ലോസുമാർ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശം പകർന്നു. വീടുകളും തെരുവുകളും നക്ഷത്രവിളക്കുകളാലും ക്രിസ്തുമസ് മരങ്ങളാലും അലങ്കൃതമായി. മിക്ക വീടുകളിലും ക്രിസ്തുമസ് ഐതിഹ്യം വിളിച്ചോതുന്ന പുൽക്കൂടുകൾ ഒരുക്കി. കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും സന്തോഷം പങ്കുവച്ചു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം കേക്ക് മുറിക്കലും KCYM-ന്റെ നേതൃത്വത്തിൽ DJയും നടന്നു. രാമന്തളിയിലെ ഗാന്ധി പ്രതിമ തകർത്ത സംഭവം പ്രതികളെ ഇനിയും കണ്ടെത്താത്തത് തികഞ്ഞ അനാസ്ഥയെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും MP-മാരായ രാജ്മോഹൻ ഉണ്ണിത്താനും K. സുധാകരനും പ്രതികരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ഫലപ്രഖ്യാപനം വന്ന 13-ാം തീയതി രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധിയോട് വൈരാഗ്യമുള്ളവരോ ആരോ അദ്ദേഹത്തിന്റെ മൂക്ക് അടിച്ചു തകർക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണട തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് രാഷ്ട്രപിതാവിനുള്ള വൈരാഗ്യം എത്ര വലുതാണെന്ന്. അദ്ദേഹം 948 അദ്ദേഹത്തെ ദാരുണമായി കൊല ചെയ്തതിനു ശേഷം വീണ്ടും ഗാന്ധിപഥം തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്ന ഈ ഗ്രാമീണ ജനതയെ അവരെ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മൻരേഗ എന്ന് പറയുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അല്ലെങ്കിൽ മലയാളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റുക മാത്രമല്ല, ഇതുവരെ 90-10 ആയിരുന്ന കേന്ദ്ര ആവിഷ്കൃതമായ പദ്ധതി 60-40 മാറ്റി സംസ്ഥാനങ്ങളുടെ തലയിൽ കൂടി കെട്ടിവെക്കാൻ തീരുമാനമെടുത്തു. രാമന്തളി മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്ററിന് മുന്നിലെ ഗാന്ധി പ്രതിമയുടെ മൂക്ക് ഡിസംബർ 13-ന് രാത്രിയാണ് തകർത്തത്. സെന്ററിന്റെ ഭാരവാഹികൾ പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 10 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചില്ല. CCTV ദൃശ്യം പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ അന്വേഷണം നിലച്ചമട്ടാണ്. ഗാന്ധി പ്രതിമ തകർത്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രതികളെ കണ്ടെത്തണമെന്ന് കോൺഗ്രസും CPM-ഉം ആവശ്യപ്പെട്ടിരുന്നു. പ്രതികളെ ഇനിയും കണ്ടെത്താത്തത് തികഞ്ഞ അനാസ്ഥയാണെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നും MP-മാരായ രാജ്മോഹൻ ഉണ്ണിത്താനും K. സുധാകരനും പ്രതികരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിപ്പാറയിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകളാണ് കത്തി നശിച്ചത്. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്.
മഴ മാറിയതോടെ മാടായിപ്പാറയിൽ അടിക്കടി തീപിടുത്തമുണ്ടാവുന്നത് പതിവാണ്. വ്യാഴാഴ്ചയും ഏക്കർ കണക്കിന് പുൽമേടുകളാണ് കത്തി നശിച്ചത്. വിവിധ സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറയാണ് മാടായിപ്പാറ. തീ പടർന്നു പിടിച്ചതോടെ പ്രദേശത്തെ സസ്യജന്തുജാലങ്ങൾ അഗ്നിക്കിരയായി. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടായാൽ പയ്യന്നൂരിൽ നിന്നോ തളിപ്പറമ്പിൽ നിന്നോ ആണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാണ്. പയ്യന്നൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി ശ്രീനിവാസൻ, അജിത് കുമാർ, കെ കലേഷ്, അരുൺ നമ്പ്യാർ, കെ നിജീഷ് തുടങ്ങിയവരാണ് തീയണയ്ക്കാൻ നേതൃത്വം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് സ്ഥാപിച്ച 3 ടോയ്ലറ്റുകളും ഉപയോഗശൂന്യമായി. 2015-16 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് മെഡിക്കൽ കോളേജ് പരിസരത്ത് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2015-16 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. 11,82,544 രൂപ ചിലവിലാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് അടുത്തടുത്തായി 3 ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഇവ ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. ടോയ്ലറ്റ് ഉപയോഗിക്കാതിരുന്നതുകൊണ്ടാണ് കേടായതെന്നാണ് അധികൃതർ പറയുന്നത്. ലക്ഷങ്ങൾ മുടക്കിയ പൊതു ശൗചാലയമാണ് ഇവിടെ മഴയും വെയിലും കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് തുരുമ്പെടുത്ത് നശിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 2015 പുറത്തിറങ്ങിയ പ്രേമം എന്ന സിനിമയിൽ നായകനും നായികയും റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കുന്ന രംഗം പുറത്തു വന്നതോടെയാണ് മലയാളി യുവാക്കൾക്കിടയിൽ ഈ കേക്കിന് വൻ ഡിമാൻഡ് ഉണ്ടായത്. കാണാം പയ്യന്നൂർ കമല ബേക്കറി തയ്യാറാക്കുന്ന റെഡ് വെൽവെറ്റ് പ്രേമം കേക്കിന്റെ വിശേഷങ്ങൾ. പയ്യന്നൂരിലെ കമല ബേക്കറിയിലെ ഏറ്റവും പ്രശസ്തമായ കേക്കാണ് റെഡ് വെൽവെറ്റ്. റെഡ് വെൽവെറ്റ് കേക്ക് ഒരു വെറും ചുവന്ന കേക്ക് എന്നതിലുപരി ഒരു പ്രത്യേക രുചിയും ചരിത്രവും കൈവരിച്ച മധുര വിഭവമാണ്. അതിന്റെ ചരിത്രം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ അമേരിക്കയിലാണ് ആരംഭിച്ചത്. കേക്ക് നിർമ്മാണത്തിൽ മാവ്, കൊക്കോ എന്നിവ ചേർത്താൽ കേക്കിന് സോഫ്റ്റ് വെൽവെറ്റ് ടെക്സ്ചർ ലഭിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. അതിനാലാണ് വെൽവെറ്റ് കേക്ക് എന്ന പേര് ആദ്യമുണ്ടായത്. ഇതിനിടയിൽ കൊക്കോ പൗഡറും ബട്ടർ മിൽക്കും ചേർന്നപ്പോൾ കേക്കിന് സ്വാഭാവികമായി അല്പം ഇളം ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെട്ടു. ആദ്യം നിറമുണ്ടാക്കാൻ കൃത്രിമ കളർ ഉപയോഗിച്ചിരുന്നില്ല. രുചിയൂറും റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരികയാണ് കമല ബേക്കറിയിലെ മാസ്റ്റർ. ആദ്യം ബേക്ക് ചെയ്ത് വെച്ച പഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. രണ്ടാമത്തെ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്ത് അതിനു മുകളിലായി ചോക്കോ ബോൾസ് ആഡ് ചെയ്തു. ഇതിലൂടെ ആദ്യഘട്ടം അവസാനിച്ചു. അടുത്തതായി ഡെക്കറേറ്റ് ചെയ്യേണ്ടതാണ്. ക്രീം മിക്സ് ചെയ്ത് കേക്കിന് മുകളിലേക്കായി വെച്ച് ഐഡിയക്കനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. കമല ബേക്കറിയിലെ റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് രുചിച്ചു നോക്കി അഭിപ്രായം രേഖപ്പെടുത്തൂ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏത് അടിയന്തര സാഹചര്യത്തിലും സുരക്ഷ ഉറപ്പാക്കുന്ന എമർജൻസി കെയർ സർവീസായ ആംബുവൺ ലോഞ്ചിംഗ് കണ്ണൂരിൽ നടന്നു. ഉത്തരമേഖല DIG യതീഷ് ചന്ദ്ര IPS ഉദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ അസെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പുറത്തിറക്കിയ ആംബുവണ്ണിന്റെ കേരള മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലാണ്. In an emergency, every second matters. Ambu One brings help instantly. It's a one-word thing is it's a very good concept. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഫാക്ട് പോലീസിൻ്റെ ഭാഗത്തിൽ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ERSS. നിങ്ങൾ അറിയുന്നുണ്ടാവും. നിങ്ങൾ 112 ഡയൽ ചെയ്താൽ പോലീസിൻ്റെ വണ്ടി ഏറ്റവും വേഗത്തിൽ എത്തിക്കുന്നുണ്ട് ഒരു സർവീസ് പാൻ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്.
ആൻഡ് അത് വന്ന ശേഷമാണ് നെക്സ്റ്റ് ഡിസിഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത്. ദിസ് പർട്ടിക്കുലർ ആംബുലൻസോ ഫയർ എഞ്ചിനോ എന്താണ് അവർ വിളിച്ചപ്പോഴുള്ള ആ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേറ്റിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ വണ്ടികൾ എത്തിച്ചിട്ട് ഉണ്ടാക്കിയ റെക്കോർഡ് കാസർഗോഡ് ജില്ലയിലാണ്. 7.5 minutes എല്ലാ ആൻ അവറേജ് കോൾസിൽ ഞങ്ങൾ പോലീസ് വണ്ടി എത്തിയിട്ടുണ്ട്. മലയോര മേഖലകളുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റാണ്. ബട്ട് എനിവേ ബിലോ 11 minutes എല്ലാ വണ്ടികളും എല്ലാ ഒരു വിഷയങ്ങളിൽ വണ്ടികൾ എത്തിയിട്ടുണ്ട്. ആംബു-1 ഒരു ഫുള്ളി ടെക്നോളജി ഡ്രീവൻ എമർജൻസി കെയർ സർവീസ് ആണ്. ആക്സിഡന്റ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള മെഡിക്കൽ എമർജൻസി, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും പ്രായമായവർക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ വൈദ്യസഹായമോ പോലീസ് സഹായമോ ബന്ധുക്കളെ ബന്ധപ്പെടുകയോ ആവശ്യമായി വരുമ്പോൾ മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ മൊബൈൽ ഫോണിലുള്ള ആംബു-1ന്റെ SOS ബട്ടൺ അമർത്തുകയോ ആംബു-1 QR സ്കാൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ മനസ്സിലാക്കി ആംബുലൻസോ മറ്റ് സേവനങ്ങളോ ഏറ്റവും വേഗത്തിൽ ലഭ്യമാകുന്ന സോഫ്റ്റ്വെയർ സംവിധാനമാണ് ആംബു-1. മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ രോഗിയെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പ്രായം ചെന്നവർ എന്നിവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു സേവനം കൂടിയാണ് ആംബു-1 മുന്നോട്ട് വെക്കുന്നത്. 899 രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയമായി അടയ്ക്കേണ്ടത്. ഇതിൽ 20,000 രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഡിജിറ്റൽ അസെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് 4 വർഷത്തെ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം ആംബു-1 പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിന്റെ കേരള മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലാണ്. പുതിയ തെരു മാഗ്നറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് 318 ഗവർണർ രവി ഗുപ്ത, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി, കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത്, റോട്ടറി ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ M വിനോദ് കുമാർ, IMA പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് കുമാർ T, കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ കുമാർ, KK ബിൽഡേഴ്സ് MD KK രാധാകൃഷ്ണൻ, വിജയ് നീലകണ്ഠൻ, ബ്ലഡ് ഡോണേഴ്സ് ഫോറം കേരള, ആംബുലൻസ് യൂണിയൻ, വിവിധ ആശുപത്രി പ്രതിനിധികൾ, ജില്ലയിലെ പ്രമുഖ ബിസിനസ് സ്ഥാപന ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ ദേശീയപാതയിലേക്കുള്ള വഴിതെറ്റി അടിപ്പാതയിലേക്ക് കാറ് മൂക്കുകുത്തി തൂങ്ങി നിന്നു. നാട്ടുകാരും പോലീസും എത്തി കാർ ഉയർത്തി റോഡിലെത്തിച്ചു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച വൈകുന്നേരം 3:30യോടെയാണ് സംഭവം. ബേക്കലിനടുത്ത് പനയാൽ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴുവലിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത് മാർക്കറ്റ് റോഡ് ജംഗ്ഷനിൽ കയറിയ സ്വിഫ്റ്റ് കാർ ദേശീയപാതയിലേക്കുള്ള ദിശ മനസ്സിലാക്കാതെ അടിപ്പാതയിലേക്ക് മൂക്കുകുത്തുകയും തൂങ്ങി നിൽക്കുകയുമായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാർ കാർ യാത്രക്കാരെ പുറത്തിറക്കി നീലേശ്വരം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ കാർ ഉയർത്തി ദേശീയപാതയിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സ്ഥാപിച്ചിരുന്ന വിളക്കുകൾ തകർന്നു വീണു. പാർക്കിൽ ആളുകൾ കുറവായിരുന്ന സമയത്താണ് സംഭവം നടന്നത് എന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പയ്യന്നൂർ നഗരഹൃദയത്തിലെ ഗാന്ധി പാർക്കിൽ സ്ഥാപിച്ച വിളക്കുകാൽ തകർന്നു വീണു. പാർക്ക് നവീകരണത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച വിളക്കുകാലാണ് കാലപ്പഴക്കം മൂലം അടിഭാഗം ദ്രവിച്ച് നിലം പതിച്ചത്. ആളുകൾ കുറവായിരുന്ന സമയത്ത് സംഭവം നടന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തകർന്നു വീണ തൂണിനു പുറമെ പാർക്കിലെ മറ്റ് വിളക്കുകളും സമാനമായ രീതിയിൽ അപകട ഭീഷണിയിലാണ്. മിക്ക തൂണുകളുടെയും അടിഭാഗം തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലാണ്. ഏത് നിമിഷവും ഇവയും നിലം പതിക്കാമെന്ന അവസ്ഥയിലാണുള്ളത്. ദിവസേന 100 കണക്കിന് ആളുകൾ വിശ്രമിക്കാനും സമയം ചിലവഴിക്കാനും ഇവിടെ എത്താറുണ്ട്. ഒപ്പം രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്കും പൊതുസമ്മേളനങ്ങൾക്കും സ്ഥിരമായി വേദിയാകുന്ന ഇടമാണിത്. അതുകൊണ്ട് തന്നെ ഗാന്ധി പാർക്കിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. അപകടാവസ്ഥയിലുള്ള മറ്റ് വിളക്കുകാലുകൾ അടിയന്തരമായി നീക്കം ചെയ്യുകയും പകരം സുരക്ഷിതമായ പുതിയ വിളക്കുകൾ സ്ഥാപിക്കുകയും വേണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ കുണിയനിലെ കൊടക്കാരൻ ബാലന് 2023 വർഷത്തെ ഗുരുപൂജ പുരസ്കാരം. കുണിയനിൽ ആദ്യമായാണ് പണിക്കർ സ്ഥാനമില്ലാത്ത ഒരു പുരക്കളി കലാകാരന് അംഗീകാരമെത്തുന്നത്. കരിവെള്ളൂർ കുണിയനിലെ കൊടക്കാരൻ ബാലന് കേരള ഫോക്ലോർ അക്കാദമിയുടെ 2023 വർഷത്തെ ഗുരുപൂജ പുരസ്കാരം. കുണിയനിൽ ആദ്യമായാണ് പണിക്കർ സ്ഥാനമില്ലാത്ത ഒരു പുരക്കളി കലാകാരനെ തേടി അംഗീകാരമെത്തുന്നത്.
നന്നേ ചെറുപ്പത്തിൽ തന്നെ പിതാവിന്റെ കയ്യും പിടിച്ച് കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പൂരക്കളി കളിക്കാനെത്തിയതാണ് ഇദ്ദേഹം. പൂരക്കളിയുടെ എല്ലാ വശവും ഇദ്ദേഹത്തിന് ഹൃദിസ്ഥമാണ്. നായനാർ സർക്കാരിന്റെ കാലത്തെ സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 72ഓളം സ്റ്റേജുകളിൽ പൂരക്കളി അവതരിപ്പിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ ബാലൻ ഓർത്തെടുക്കുന്നു. ഈ പൊന്നിറാമാർന്നുള്ള പേനയന്തസ് കൂട്ടുവാനായിരിക്കും തത്തത്താതീത അല്പനേരം വിശേരിക്ക് തുല്യമായി വൃത്താന്ത പത്രമൊന്നും തത്തത്താതീത. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നിരവധി കുട്ടികൾക്ക് പൂരക്കളി പരിശീലനം നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പൂരക്കളി കലാകാരനെ അവാർഡിന് തിരഞ്ഞെടുത്തതിൽ ബാലൻ അതീവ സന്തോഷവാനാണ്. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര പൂരക്കളി കലാകാരൻ എന്നുള്ള നിലക്ക് എനിക്ക് ഈ അവാർഡ് അനുവദിച്ചതിൽ ഗോകുല അക്കാദമിക്കും അനുബന്ധ പ്രബോധകന്മാർക്കും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. അറിയപ്പെടുന്ന ഒരു നെൽകർഷകൻ കൂടിയാണ് ഇദ്ദേഹം. കൂടാതെ നിരവധി മറ്റു ജോലികളും ചെയ്തു വരുന്നു. ഭാര്യ സുജാത, മകൻ വൈശാഖ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മനോജ് മാത്രാടന്റെ പരസ്പരം സ്റ്റിക്കർ വർക്ക് ചിത്ര പ്രദർശനത്തിന് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മനോജ് മാത്രാടന്റെ സ്റ്റിക്കർ വർക്ക് പരസ്പരം ചിത്ര പ്രദർശനത്തിന് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ീനമായിട്ടുള്ള വഴികളിലൂടെ തൻ്റെ ആത്മപ്രകാശം നിർവഹിക്കുന്ന ഒരു ചിത്രകാരനെ നമുക്ക് വലിയ നിലയിൽ പരിചയമുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. കാരണം ഇവിടെ സ്ഥിരം സാന്നിധ്യമല്ല മനോജ്. ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു ചിത്രകാരനൊരു ചിത്രം തൻ്റെ മനസ്സിലാശയങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ പാകത്തിൽ അതിന് രൂപം കൊടുക്കുന്നതിന് വേണ്ടി പറ്റും. എന്നാൽ മനോജ് അങ്ങനെയല്ല. എത്രമാത്രം ആത്മസമർപ്പണവും സംയമനവും ക്ഷമയും ഒരു ചിത്രം രൂപപ്പെടുന്നതിൽ വേണമോ അതിൻ്റെ പരമാവധി സമയമെടുത്തിട്ടാണ് ഒരു ചിത്രം മനോജ് പൂർത്തീകരിക്കുന്നത് എന്ന് മനോജ് തന്നെ ആ ചിത്രങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസമോ 2 മാസമോ. പി ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലളിതകലാ അക്കാദമി സെക്രട്ടറി എബിയൻ ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഉണ്ണീക്കാനായി അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ വി ലളിത, വി വി ഗിരീഷ് കുമാർ, പി സുരേഷ്, കെ വി പ്രശാന്ത് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മനോജ് മാത്രാടൻ മറുമൊഴി ഭാഷണം നടത്തി. വ്യത്യസ്തങ്ങളായി സ്റ്റിക്കർ വിവിധ തരത്തിലുള്ള ആകൃതിയിൽ കൃത്യതയോടെ മുറിച്ചെടുത്ത് സൂക്ഷ്മമായി സമയമെടുത്ത് ഒട്ടിച്ചെടുക്കുന്നതാണ് സ്റ്റിക്കർ ആർട്ട്. ഡിസംബർ 25 മുതൽ 30 വരെയാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം 70ന്റെ നിറവിൽ. ഒരു വായനശാല എങ്ങനെയാണ് നാടിന്റെ മുന്നോട്ടുള്ള ഗതിവിഗതികൾക്ക് ചാലകശക്തിയായി പ്രവർത്തിക്കുന്നതെന്ന് ഈ വായനശാല മറ്റുള്ളവർക്ക് മാതൃകയാണ്. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം 70ന്റെ നിറവിലെത്തി നിൽക്കുന്നു. വായനയെയും ഇതര കലാപരിപാടികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം നാടിന്റെ വളർച്ച കൂടി ലക്ഷ്യമിട്ടാണ് നാളിതുവരെ ഈ വായനശാല പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. 70 വർഷത്തെ ചരിത്രം ഇത് വ്യക്തമാക്കുന്നു. പെരളം വില്ലേജ് ഓഫീസിന് സ്ഥലം നൽകിയത് വായനശാലയാണ്. കൂടാതെ കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ, അങ്കണവാടി എന്നിവയ്ക്കും സ്ഥലം ലഭ്യമാകാതെ വന്നപ്പോൾ സ്ഥലം സംഭാവനയായി നൽകി. കൊഴുമൽ പോസ്റ്റ് ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് വായനശാലയുടെ കെട്ടിടത്തിലാണ്. വായനശാല നൽകിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഖാദി നെയ്ത്ത് കേന്ദ്രത്തിൽ 25 പേർ ജോലി ചെയ്തു വരുന്നു. അക്ഷയ കേന്ദ്രം, റിസർവേയുടെ ആവശ്യകത വന്നപ്പോൾ അതിനുള്ള സൗകര്യം എന്നിവയെല്ലാം നൽകിയതും പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയമാണ്. ഒരു വായനശാല എങ്ങനെയാണ് നാടിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെട്ട് അതിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികൾക്ക് ചാലകശക്തിയായി പ്രവർത്തിക്കേണ്ടതെന്ന് ഈ വായനശാല നമുക്ക് കാട്ടിത്തരുന്നു. കെ സന്തോഷ് പ്രസിഡന്റും MV രാധാകൃഷ്ണൻ മാസ്റ്റർ സെക്രട്ടറിയുമായുള്ള 15-അംഗ പ്രവർത്തക സമിതിയാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം കൊഴുമലിൻ്റെ 70ാം വാർഷികം ഈ മാസം 26-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ ആദ്യ വായനശാലകളിലൊന്നും പയ്യന്നൂർ താലൂക്കിലെ ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള നമ്മുടെ വായനശാല നമ്മുടെ പെരളം വില്ലേജിനകത്തുള്ള ഗ്രന്ഥശാല പ്രവർത്തകരുടെ
കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ്. ഒരു ഘട്ടത്തിൽ പെരളം വില്ലേജിൽ ഉണ്ടായിരുന്ന ഏക വായനശാലയായിരുന്നു ഇത്. ഇപ്പോൾ പല പ്രദേശങ്ങളിലായിട്ട് നിരവധി വായനശാലകൾ ഉണ്ടെങ്കിലും ഈ വായനശാലയിൽ നമ്മുടെ വില്ലേജിനകത്തുനിന്നും പരിസര പ്രദേശത്തും ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ 7 മണി മുതൽ തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുകയും ചെറുപ്പക്കാർ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ ലൈബ്രറിയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാത്രി 10 മണി പ്രവർത്തിക്കുന്ന അപൂർവം ചില വായനശാലകളിൽ ഒന്നാണ് നമ്മുടെ വായനശാല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂരിന്റെ കൈകളിൽ ആഗോള തിളക്കവുമായി പ്രമുഖ ആഗോള ബ്രാൻഡായ ടൈം ഹൗസ് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലെ 3ാമത്തെ ഷോറൂമാണ് പയ്യന്നൂർ പെരുമ്പയിൽ ക്ലോക്ക് ടവറിന് സമീപം തുറന്നിരിക്കുന്നത്. പയ്യന്നൂരിലെ വാച്ച് പ്രേമികൾക്കും ഫാഷൻ ലോകത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഇനി ആവേശത്തിന്റെ നിമിഷങ്ങൾ. പ്രമുഖ ആഗോള ബ്രാൻഡായ ടൈം ഹൗസ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലെ 3ാമത്തെ ഷോറൂമാണ് പയ്യന്നൂർ പെരുമ്പയിൽ ക്ലോക്ക് ടവറിന് സമീപം തുറന്നിരിക്കുന്നത്. സ്റ്റൈലിഷ് ഡിസൈനുകൾക്കൊപ്പം മികച്ച ക്വാളിറ്റിയും ടൈം ഹൗസ് ഉറപ്പു നൽകുന്നു. ടൊർണാഡോ, എക്സ്റ്റസി, കെന്നത്ത് സ്കോട്ട്, പോളോ ക്ലബ്, ക്വാണ്ടം, ലീ കൂപ്പർ തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ വൻ ശേഖരമാണ് ടൈം ഹൗസിൽ ഒരുക്കിയിരിക്കുന്നത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ജോലിയിൽ നിന്നും വിരമിക്കുന്ന കെ മോഹനന് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന യാത്രയയപ്പ് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറിയും ക്ഷേമനിധി ബോർഡ് ബി പൂളിലെ തൊഴിലാളിയുമായ കെ മോഹനന് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. എത്ര വയസ്സ് വരെയാണോ പണിയെടുക്കാനുള്ള ആരോഗ്യമുള്ളത് ആ വയസ്സ് വരെ എടുക്കാനുള്ളതായിരുന്നു കുറച്ച് കൊല്ലം മുമ്പ് വരെ അതിൻ്റെ അവസ്ഥ. അത് 55 വയസ്സിൽ പണി നിർത്തി പോകേണ്ടി വന്നവരുണ്ട്. 75ാമത്തെ വയസ്സിലും പണി എടുക്കാൻ വേണ്ടി പറ്റി വരുന്നുണ്ട്. അന്നങ്ങനെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചൊന്നും ഒരു കൃത്യതയുണ്ടായിരുന്നു. കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നതിന് ശേഷമാണ് 60ാമത്തെ വയസ്സിൽ തൊഴിലാളികൾ പിരിയണമെന്നുള്ളതും അവർക്ക് ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയാവുന്ന പദ്ധതികൾ ക്ഷേമനിധി ബോർഡിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പി വി കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കെ വി മോഹനൻ അധ്യക്ഷത വഹിച്ചു. എം ആനന്ദൻ, കെ യു രാധാകൃഷ്ണൻ, കെ കെ കൃഷ്ണൻ, യു വി രാമചന്ദ്രൻ, കെ ശൈലേഷ്, കെ വി മോഹനൻ, എൻ വി വിജയൻ, എം അശോകൻ, എൻ സുധീർ, എൻ അജയൻ, പി വിനോദ്, ടി ടി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിലെ കേരള ഫോക്ലോർ അവാർഡ് ജേതാക്കളെ 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർഡ് മെമ്പർ സുജിത സതീഷ് കുമാർ അവാർഡ് ജേതാക്കളെ ആദരിച്ചു. കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിലെ കേരള ഫോക്ലോർ അവാർഡ് ജേതാക്കളായ ടി വി മുരളീധരൻ, പത്മദാസ് പി എന്നിവരെ 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർഡ് മെമ്പർ സുജിത സതീഷ് കുമാർ അവാർഡ് ജേതാക്കളെ ആദരിച്ചു. ചടങ്ങിൽ കെ പി ശശി, പ്രകാശൻ വി വി, കെ വി സതീഷ് കുമാർ, തമ്പാനെ വി, ബിജു വി വി, നിതീഷ് ടി വി, സുരേശൻ വി വി, ശശി ടി വി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് സംസ്ഥാന പവർ ഫെസ്റ്റിന് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രചരണ ഭാഗമായി പയ്യന്നൂരിൽ ബൈക്ക് റാലി നടത്തി. അഡ്വക്കേറ്റ് കെ വിജയകുമാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. പയ്യന്നൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കൂടുതലൊന്നും സംസാരിക്കാതെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഈ മത്സര പരിപാടികൾ ആരംഭിക്കണം എന്ന നേരത്തെ തന്നെ വിജയേട്ടൻ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഒരു വിളിച്ചോതൽ എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ബൈക്ക് റാലി നാട്ടിൻ്റെ നാനാഭാഗത്തും നമ്മളുടെ ഈ സന്ദേശം എത്തിക്കുകയും നാളെ ഈ ജനങ്ങളെ മുഴുവൻ ഇവിടത്തേക്ക് ആകർഷിക്കുകയും ചെയ്യാൻ ഉതകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുമുള്ളവരെ പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ഫിറ്റ്നസ് അക്കാദമി ആരംഭിക്കുന്ന 4ാമത് സംസ്ഥാനങ്ങളും ഭാഗമായുള്ള തൃക്കരിപ്പൂർ ബീരിച്ചേരി AFC എംപയർ കപ്പ് സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ്ലൈറ്റ് മിനി സ്റ്റേഡിയത്തിൽ ഡിസംബർ 26-ന് പന്തുരുളും. SFA അംഗീകാരത്തോടെ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ 19 പ്രമുഖ ടീമുകൾ മാറ്റുരക്കും. കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ 2.5 പതിറ്റാണ്ടായി പ്രവർത്തനങ്ങളിൽ സജീവമായ ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ദേശീയ താരങ്ങളും തൃക്കരിപ്പൂരിലെത്തും. 5000-ലേറെ പേർക്ക് കളി കാണുവാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ദിവസേന ടിക്കറ്റ് എടുത്ത് കളി കാണുന്നവർക്ക് ടെലിവിഷൻ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും നൽകും. ഓരോ കളിയിലെയും മികച്ച താരങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങളും സമ്മാനിക്കും. ആദ്യ മത്സരത്തിൽ മലപ്പുറം അരീക്കോട് ടൗൺ ടീമും മടക്കര ഗ്രീൻ സ്റ്റാർ ക്ലബ്ബും തമ്മിൽ ഏറ്റുമുട്ടും. ദിവസവും രാത്രി 8 മണിക്ക് മത്സരം ആരംഭിക്കും. ഉദ്ഘാടന ദിവസം അലിവ് ചാരിറ്റബിൾ സെല്ലിന്റെ ഭവന നിർമ്മാണ സഹായ പദ്ധതി പ്രഖ്യാപനവും വിവിധ കലാപരിപാടികളും നടക്കും. ടൂർണമെന്റ് ജനുവരി 14-ന് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VPP ഷുഹൈബ്, കൺവീനർ UP ഫാസിൽ, M ഷാജഹാൻ, മർസൂഖ് റഹ്മാൻ, UP ഫഹീം, VP സഫീർ, VP അസ്കർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. അന്നൂർ കാരയിൽ ജഗദീശ്വരി കലാമന്ദിരം കെട്ടിടോദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും 2025 ഡിസംബർ 25-26 തീയതികളിൽ നടക്കും. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്നൂർ കാരയിൽ ജഗദീശ്വരി കലാമന്ദിരം കെട്ടിടോദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും ഡിസംബർ 25-26 തീയതികളിൽ നടക്കും. കലാമന്ദിരത്തിന് സ്വന്തമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 25-ന് വൈകിട്ട് 6 മണിക്ക് നടക്കും. TI മധുസൂദനൻ MLA കെട്ടിടോദ്ഘാടനം നിർവഹിക്കും. കലാമന്ദിരം ചെയർമാൻ KP രാജശേഖരൻ അധ്യക്ഷത വഹിക്കും. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ വെച്ച് വാദ്യാചാര്യ പയ്യന്നൂർ സുധി, തൃക്കരിപ്പൂർ ജയരാമ മാരാർ, ഭാർഗവൻ പയ്യന്നൂർ, കളരിഗുരുക്കൾ ബിനു K എന്നിവരെ ആദരിക്കും. തുടർന്ന് വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറും. 26-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും. കലാമന്ദിരം വൈസ് ചെയർമാൻ K വേണുഗോപാലൻ അധ്യക്ഷത വഹിക്കും. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചലച്ചിത്ര നിരൂപകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ പ്രേമചന്ദ്രൻ P സാംസ്കാരിക പ്രഭാഷണം നടത്തും. CK ദിനേശൻ, വിജയലക്ഷ്മി നാരായണൻ, കാമ്പ്രത്ത് നാരായണൻ, സജേഷ് VP എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫ്യൂഷൻ ഡാൻസ്, സംഗീതശില്പം, അമ്മ, ഒപ്പന, തിരുവാതിര, കോലാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകൾ അവതരിപ്പിക്കും. KP രാജശേഖരൻ, P രതീശൻ, CK ദിനേശൻ, K രവീന്ദ്രൻ, P സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഫ്രണ്ട്സ് മാവിച്ചേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 25-ാം വാർഷികാഘോഷ സമാപനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു.
കണ്ണപുരം പൂമാലക്കാവ് കഴകത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തജന തിരക്ക്. ഉത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. അതിപുരാതനവും പൂമാലക്കാവുകളിൽ പ്രശസ്തവുമായ കണ്ണപുരം പൂമാലക്കാവ് കഴകത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഡിസംബർ 20-നാണ് ആരംഭിച്ചത്. വ്യത്യസ്തമായ നിരവധി ചടങ്ങുകളാണ് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നത്. കണികളുടെ കുടവെപ്പ് തുടങ്ങാനടിയന്തരം പാട്ടും വേലയും പൂമാലയും കൂർമ്പയും കൂടിയ വിധാനം കയ്യേൽക്കൽ മരക്കലപ്പാട്ട് തുടങ്ങിയവ വിവിധ ദിവസങ്ങളിൽ നടന്നു. കുറത്തിയമ്മ, പൂമാരുതൻ ദൈവം, മടയിൽ ചാമുണ്ടി, ഗുളികൻ, കുണ്ടോർ ചാമുണ്ടി തുടങ്ങിയ വ്യത്യസ്തമായ തെയ്യക്കുലങ്ങളും കെട്ടിയാടി. കളിയാട്ട മഹോത്സവത്തിന് വ്യാഴാഴ്ച വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. കളത്തിലരിയോടെയാണ് കളിയാട്ട മഹോത്സവം സമാപിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൈതപ്രം ശ്രീകൃഷ്ണൻ മതിലകം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഡിസംബർ 28-ന് സമാപനമാകും. നിരവധി ഭക്തജനങ്ങളാണ് സപ്താഹ യജ്ഞത്തിന് എത്തിച്ചേരുന്നത്. കൈതപ്രം ശ്രീകൃഷ്ണൻ മതിലകം ക്ഷേത്രത്തിൽ ഡിസംബർ 21-ന് ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 28-ന് സമാപിക്കും. ബ്രഹ്മശ്രീ കാനപ്പുറം ഈശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ ഇടമന ഗോവിന്ദൻ നമ്പൂതിരി, കൊമ്പംകുളം കൃഷ്ണൻ നമ്പൂതിരി, മാടമന മനോജ് നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ. സമാപന ദിവസമായ ഡിസംബർ 28-ന് ഉച്ചയോടുകൂടി മംഗളാരതി, യജ്ഞസമർപ്പണം, പ്രസാദ വിതരണം എന്നിവയോടുകൂടി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമാകും. നിരവധി ഭക്തജനങ്ങളാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ പങ്കുചേരുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.